ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ജീവനുള്ള ദൈവത്തിന് സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം ക്രിസ്തു യേശുവിൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പാടാമെന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പാട്ടിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ഈ ദിവസം ഈ സായങ്കാലം ഒരുക്കിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും ചെയ്യുന്നതോടൊപ്പം നിങ്ങളോടുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. എന്റെ ബലഹീനമായ മൺകൂടാരത്തെ പരിശുദ്ധാത്മാവിൽ നിറച്ച് സ്വർഗീയത്തിലെ ദൈവം എഴുതിച്ച് 2025 മാരാമം കൺവെൻഷനിലൂടെ പുറത്തു വന്ന പാട്ടാണ് കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്ത് ഭയപ്പെടേണ്ട, കർത്തൻ തൻ കരമത് കൂടെയുണ്ടല്ലോ, കരതലം അതിലവൻ വഹിച്ചിടുമേ. ധാരാളം ദൈവജനങ്ങള് പല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ആ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതയാത്രയില് കൂടെ വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ആരും കൂടെ ഇല്ലാതെ ഏകയായി, ലിറ്ററലി പറഞ്ഞാൽ ഏകയായി നിന്ന് ദൈവസന്ധി കരഞ്ഞ നിമിഷങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഉള്ള ഒരു ജീവിത അനുഭവത്തിൽ നിന്നും ഞാൻ എഴുതിയതാണ് ഈ ഗാനം. ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളൊക്കെയും വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് ഞാൻ ഏറെ പരിശ്രമിക്കാറുണ്ട്. എന്നെ തേടി വരുന്ന ദൈവത്തിന്റെ ഓരോ നിയോഗങ്ങളെയും അത് അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ചെയ്യണമെന്ന് വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തില് 2024 ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ എൻ്റെ ഏതൊരു കാര്യം എന്നെ ഏൽപ്പിച്ചാലും വളരെ കൃത്യതയോടെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ധാരാളം അത് ഭംഗിയാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ട് മാത്രമേ ഞാൻ ആ ശുശ്രൂഷാമുഖത്തേക്ക് പോകാറുള്ളൂ. എന്നാൽ ഞാൻ ഒരു സ്റ്റേജില് ഒരു ക്ലാസ് എടുക്കാനായിട്ട് നിന്നപ്പോൾ എന്നോട് അയാൾ പറഞ്ഞു, ഈ ക്ലാസ് ഞാൻ എടുക്കണ്ട എന്ന് പറഞ്ഞു. അതിന്റെ പിന്നിൽ ഒരാഴ്ചത്തെ എൻ്റെ അധ്വാനമുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട്. എന്നെ അത് ഒരാൾ നിയോഗിച്ചതാണ് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഞാൻ ഒരുങ്ങി അവിടെ ചെന്നതാണ്. പക്ഷേ ആ വേദിയിൽ ഞാനത് ചെയ്യണ്ട എന്ന് അതിൻ്റെ ഒരു ഹയർ അതോറിറ്റി ഉള്ള ഒരാൾ പറഞ്ഞപ്പം ഞാൻ തൽക്കാലം വളരെ ഒന്ന് പകച്ചു പോയെങ്കിലും ഞാൻ ആ ആളിനോട് പറഞ്ഞു, ഞാൻ ഒരുങ്ങി വന്നതല്ലേ, ഇത് ഞാൻ എടുക്കട്ടെ, ഇനിയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് വേണ്ടവണ്ണം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്ലാസ് ഞാൻ എടുത്തു. ഞാൻ മടങ്ങി വന്നു. തിരികെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മകനോടും ഒത്തിരി 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 സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ ഒരാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എടുക്കാത്തൊരു എഫേർട്ടായിരുന്നു ഞാൻ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുത്തത്. എൻ്റെ മുമ്പിൽ വരുന്നവരെ ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടാണ്. എൻ്റെ ബലഹീനത എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ നിൽക്കാൻ പോകുന്ന സ്റ്റേജ്, എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ. പക്ഷെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ക്ലാസ് എടുത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പിരിഞ്ഞു. പക്ഷേ ഇറങ്ങി വന്ന എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. എന്തുകൊണ്ട് എന്നോട് അങ്ങനെ ഒരു വാക്ക് ആ വ്യക്തിയിൽ നിന്നും വന്നുവെന്ന്. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡും ജോയലും ധാരാളം എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ദൈവം പുതിയതായിട്ട് നല്ല നിയോഗങ്ങളെ തരും, അത് നമുക്ക് കൂടുതൽ നന്നായിട്ട് തെരഞ്ഞെടുത്തൊക്കെ ചെയ്യാം, ഇപ്പൊ അതൊന്നും നീ കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി നേരം ഞാൻ അവരോട് സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞു. ഞങ്ങളുടെ യാത്ര എൻ്റെ വീട് വരെ സങ്കടങ്ങളുടെ ഒരു കൂമ്പാരക്കെട്ട് ഞാൻ അവരുടെ മുമ്പിൽ അഴിച്ചു വെച്ചു. തിരിച്ച് വീട്ടിലെത്തി. എൻ്റെ മനസ്സിന് സ്വസ്ഥതക്കുറവ് വളരെ എന്നെ അലട്ടുന്നു. എന്തുകൊണ്ട്? ഒരിക്കൽ ഒരുപക്ഷെ അത് എൻ്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും ഒരു ക്ഷതമായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റേജിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞതായിരിക്കാം. അത് ചിലപ്പോൾ എൻ്റെ മാനുഷിക ബലഹീനതയെ ശത്രു മുതലെടുത്തതായിരിക്കാം, എനിക്കറിയത്തില്ല. എന്നാലും വീട്ടിൽ തിരികെ എത്തി ഞാൻ ഒത്തിരി നേരം മാനസികമായിട്ടുള്ള ഒരു വല്ലാത്ത അലട്ടലിന്റെ പുറത്ത് ഞാൻ എൻ്റെ പായ എടുത്തിട്ട് ദൈവത്തിന്റെ മുമ്പിലിരുന്നു. എന്നിട്ട് ദൈവത്തോട് ധാരാളം ഞാൻ സങ്കടപ്പെട്ടു, ഒത്തിരി ഞാൻ കരഞ്ഞു ദൈവത്തോട്. എന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, തമ്പുരാനെ, ഞാൻ എല്ലാത്തിൽ നിന്നും പിന്മാറാൻ പോവാണ്. ഇനിയും ഞാൻ എങ്ങും നിൽക്കത്തില്ല, ഒരു സ്റ്റേജിലും ഞാൻ നിൽക്കത്തില്ല. കാരണം എന്നെ ഈ നിയോഗിച്ചത് നീയാണ്.
പക്ഷെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യണ്ട എന്ന് പറയാൻ ഒരാൾ വന്നെങ്കിൽ ഇനിയും ഞാൻ എല്ലാത്തിൽ നിന്നും പിന്മാറുവാൻ വേണം. ഒരിക്കലും ഞാൻ ഇനി ഒരു സ്ഥാനത്തേക്കും വരില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി ദൈവത്തോട് പറയും, ഇവിടെ ആർക്കും എന്നെ വേണ്ട, എന്റെ താലന്തിനെ വേണ്ട, ഇവിടെ എന്റെ മുഖത്ത് നോക്കി എന്നെ വേണ്ട എന്ന് പറഞ്ഞു. നിനക്ക് എന്നെ വേണം, എനിക്ക് ഒരു ഉത്തരം മാത്രം കിട്ടിയാൽ മതി. ആർക്കും എന്നെ വേണ്ടാത്ത ലോകത്ത് നിനക്ക് എന്നെ വേണമോ ദൈവമേ? ആ ഒറ്റ ചോദ്യം ദൈവത്തിന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഇന്ന് ആ ഒറ്റ പ്രാർത്ഥന ഞാൻ ദൈവത്തോട് ചെയ്തുള്ളൂ. ഒറ്റ വാക്കില, ഈ ലോകത്ത് ആർക്കും എന്നെ വേണ്ട, എന്റെ കഴിവ് നീ തന്ന താലന്ത് വേണ്ട, നിനക്കെന്നെ വേണം. ഒറ്റ വാക്കിൽ എനിക്ക് നീ മറുപടി തന്നാ മതി. ഞാനായിട്ട് കുറെ നേരം ഇരുന്ന് കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നിന്നും എണീറ്റപ്പോൾ എന്റെ തമ്പുരാൻ എന്നെ ആശ്വസിപ്പിച്ച വളരെ അർത്ഥവത്തായി ശക്തമായി ദൈവനോട് സംസാരിച്ച വരികളാണ്: കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട, കർത്തൻ തൻ കരമത് കൂടെയുണ്ടല്ലോ, കരതലം അതിലവൻ വഹിച്ചിടുമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാക്തത്വം ചെയ്തൊരു പുത്രനുണ്ട്, കൂടെ ഇരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്ത് ഭയം ഇതു എൻ മനമേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും അവൻ എന്നെ ശക്തമായി എടുത്ത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും വലിയ ഉറപ്പോടെ എന്നെ നിർത്തിയ ഒരു ഗാനമാണ്. ആ ഗാനം ഇന്ന് അനേകരുടെ ദൈവീയ ശുശ്രൂഷയില ആരാധനാ ഗാനമായിട്ട് പാടി അനേകര് ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ, അനേകര് സ്തോത്രത്തോടെ ദൈവത്തിൽ ആയിരിക്കുമ്പോൾ കാണുമ്പോൾ എന്റെ വിശ്വാസത്തെ, ഞാൻ ദൈവത്തോട് ചോദിച്ച ആ ചോദ്യത്തെ, നിനക്കെന്നെ വേണമോ കർത്താവെ എന്ന് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് നിന്നെ വേണമെന്ന് എന്റെ തമ്പുരാൻ തന്ന വലിയ ഉത്തരമായിരുന്നു. പ്രിയമുള്ളവരെ, എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്റെ അവസാനം കണ്ട ഒരു ദൈവമുണ്ട്. അവൻ എന്നെ ശക്തീകരിച്ച വരികളാണ്: കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ. ആരെല്ലാം മറന്നാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ജീവിതയാത്രയിൽ കൂടെ വരുന്ന ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ഗാനം, സ്വർഗത്തിലെ ദൈവം എന്നെ ശക്തീകരിച്ച ഗാനം, ഇന്ന് അനേകരെ ശക്തീകരിക്കുന്ന ഗാനം ഇപ്പോൾ ദൈവനാമ മഹത്വത്തിനായിട്ട് പാടുന്നതായിരിക്കും. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടണ്ട, കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടണ്ട, കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെ ഇരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെ ഇരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. പ്രതിസന്ധികളിൽ നീ ഭയപ്പെടുമ്പോൾ ലേശവും ഭാരം വേണ്ട, യാത്ര തുടരാ. പ്രതിസന്ധികളിൽ നീ ഭയപ്പെടുമ്പോൾ ലേശവും ഭാരം വേണ്ട, യാത്ര തുടരാൻ. കൺമണി പോൽ നിന്നെ കരുതിടുവാ, വിശ്വസ്തനായ ദൈവമുണ്ട്, മറന്നിടല്ലേ. കൺമണി പോൽ നിന്നെ കരുതിടുവാൻ, വിശ്വസ്തനായ ദൈവമുണ്ട്, മറന്നിടല്ലേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെ ഇരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ.
ആശ്രയം വെച്ചോരെല്ലാം മാറിപ്പോയാലും, ആശ്രയറ്റോനായി ഭൂവിൽ തീർന്നു പോയാലും, ആശ്രയം വെച്ചോരെല്ലാം മാറിപ്പോയാലും, ആശ്രയറ്റോനായി ഭൂവിൽ തീർന്നു പോയാലും, പ്രാണനേകി നിന്നെ വീണ്ടെടുത്ത ക്രൂശിതനുണ്ട് നിന്നെ ചേർത്തിടുവാൻ. പ്രാണനേകി നിന്നെ വീണ്ടെടുത്ത ക്രൂശിതനുണ്ട് നിന്നെ ചേർത്തിടുവാൻ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരം അതു കൂടെയുണ്ടല്ലോ, കരതരം അതിലവൻ പരിചിടുകേ. വാക്കു പറഞ്ഞൊരു താരനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ആത്മാവിൽ അനേകര സഭാവ്യത്യാസമില്ലാതെ ഈ ഗാനം പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും, എത്ര സ്തോത്രം ചെയ്താൽ മതിയാവും. ഒരു വ്യക്തിയെ ഈ ഗാനം ഞാൻ എഴുതുവാൻ വേണ്ടി അവൻ എന്നെ എടുത്തുപയോഗിച്ചെങ്കിൽ, അവൻ എന്നെ ഒറ്റയ്ക്ക് നിർത്തിയെങ്കിൽ, എൻ്റെ തമ്പുരാന് എന്നെ ഉപയോഗിക്കുവാൻ എന്തെല്ലാം മാർഗങ്ങളാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം പ്രിയ ദൈവമക്കളോട് ഞാൻ പറയാം. ദൈവം കടത്തിവിടുന്ന ഓരോ പ്രതിസന്ധികളും ഓരോ മാരിവിലിന്റെ ശോഭ അവൻ ആ പ്രതിസന്ധിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ദൈവസന്ധി നാം കാത്തിരുന്ന് അതിനെ അതിജീവിച്ചാൽ ആ വർണ്ണശോഭ കണ്ട് സന്തോഷിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഇടവരുത്തും. കഷ്ടതയും കണ്ണുനീരും രോഗവും ദുഃഖവും നിരാശയും പ്രതികൂലങ്ങളും ഏകാന്തതകളും ഒറ്റപ്പെടുത്തലുകളും ഒന്നും ദൈവമക്കൾക്കില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവത്തെ വിളിക്കുകയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ചെയ്ത ദൈവജനത്തിന് സുഖകരമായ ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കാൽവരി ക്രൂശിലേക്ക് കയറേണ്ടതായി വരികയില്ലായിരുന്നു. ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ച നിന്ദയും പരിഹാസങ്ങളും ഏകാന്തതകളും ഒറ്റപ്പെടുത്തലുകളും നിരാശകളും അതിതീവ്രതയിലുള്ള അവന്റെ വേദനകളും യേശു ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ ചിന്തിച്ചാൽ കഷ്ടത ദൈവമക്കളുടെ അവകാശമാണെന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ആരടുത്തു വന്നാലും ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ അതിജീവിപ്പാൻ അവൻ ഉയരത്തിലെ കൃപ തരുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതം അതിനൊരു നല്ല മാതൃകയായിട്ട് തമ്പുരാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. പ്രതിസന്ധികളെ ക്രിസ്തുവിനോടത്ത് തരണം ചെയ്യുവാനായിട്ട് ഞാനും നിങ്ങളും പ്രാർത്ഥന എന്ന ആയുധവും ദൈവവചനം എന്ന വാളും എടുത്തുകൊണ്ട് തമ്പുരാന്റെ സന്നിധിയിൽ ജയത്തോടെ നിൽപ്പാനായിട്ട് ആഗ്രഹിച്ചാൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ആ കഷ്ടതയെ കൂടി പുറത്തു കൊണ്ടുവരുമ്പോൾ അവൻ വലിയൊരു കൃപ തന്ന് എന്നെയും നിങ്ങളെയും നിറയ്ക്കുന്നവനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ്. അവൻ മാറാത്ത ദൈവമാണ്. അവൻ കരുതുന്ന ദൈവമാണ്. അവൻ ജീവിതയാത്രയിൽ കൂടെ വരാമെന്ന് പറഞ്ഞ ദൈവമാണ്. അവൻ വാക്ക് മാറുവാൻ മനുഷ്യനല്ല. മനുഷ്യൻ വാക്കുമാറും, എന്നാൽ ദൈവം ഉവ്വ എന്ന് പറഞ്ഞാലും ഉവ്വ എന്നും, ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെയാണ്. തമ്പുരാന്റെ വഴി എൻ്റെ വഴികളെക്കായാലും തമ്പുരാന്റെ ചിന്തകൾ എൻ്റെ ചിന്തകൾക്കാരും ഉയർന്നിരിക്കുന്നുവെങ്കിൽ അവന്റെ ചിന്തയ്ക്കൊത്തവണ്ണം ഈ ഭൂമിയിൽ നമ്മളെ നയിക്കുവാനായിട്ട് അവൻ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ നമുക്കറിയുകയില്ല. അവൻ ഏത് പ്രതിസന്ധി കൂടെ എന്നെ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് അറിയുന്നില്ല. നമുക്ക് വഹിക്കാൻ പറ്റാത്തതൊന്നും അവൻ നമുക്ക് തരികയില്ല. അവൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ തമ്പുരാൻ എന്നിൽ നിങ്ങളിലും ഒരു മാരിവിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ശോഭ ദർശിക്കുവാനായിട്ട് ക്രിസ്തുവിനോടൊത്ത് അതിജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്ത് അത് വെളിപ്പെട്ട് തന്നെ വരും. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവിന് എന്നെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ദൈവത്തെയും ഇഷ്ടമാണ്.
എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണെന്ന് പറയാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ആ കാൽവരി ക്രൂശില് എന്റെ പാപത്തിനു വേണ്ടി മറുവിലയായി തന്നെത്താൻ യാഗമായി തീർത്തപ്പോൾ എന്റെ കർത്താവിന് എന്നെ ഇഷ്ടമാണ്. അവന്റെ രക്തത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ ജയം പ്രാപിപ്പാൻ തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞ പിതാവായ ദൈവത്തെയും ആ ഇഷ്ടം അനുസരിക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പുത്രനായ ക്രിസ്തുവിനെയും ഓർക്കുമ്പോൾ ആ രക്തത്തിൽ എനിക്ക് ജയം തരുവാൻ, എന്നെ ഒളിപ്പിച്ചു പിടിക്കുവാൻ, എന്നെ സ്നേഹിച്ച, എന്നെ ഒറ്റയ്ക്ക് വിടാതിരിക്കുന്ന ആ ക്രിസ്തുവിന്റെ രക്തം എനിക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. രണ്ടാമതായിട്ട്, എൻ്റെ ജീവിതത്തിന്റെ തകർച്ചകളുടെ വേളകളിൽ എന്നെ കൈവിടാതിരിപ്പാൻ, എനിക്ക് അഭയം പ്രാപിപ്പാൻ എൻ്റെ കയ്യിലും എൻ്റെ മനസ്സിലും ദൈവവചനം തന്ന് എന്നെ സ്നേഹിച്ച ഒരു കർത്താവുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകം എൻ്റെ കയ്യിൽ തരുവാൻ തക്കവണ്ണം ഈ ലോകത്തില് അവൻ സഞ്ചരിച്ചു എന്നുള്ളത്, ഈ ലോകത്തിൽ അവൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതെന്റെ ആശ്വാസമാണ്, അതെന്റെ പ്രത്യാശയാണ്. എനിക്ക് വേണ്ടി ഒരുത്തൻ കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റിനും പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുവെങ്കിൽ അത് എനിക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള ഒരു വലിയ അവകാശത്തിന്റെ ഭാഗമാണ്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എൻ്റെ പാപത്തിന് മറുവിലയായി തീർന്നു. രണ്ട്, എനിക്ക് കടന്നു വന്ന് എൻ്റെ ഏത് ദുഃഖം പറയുവാനും എൻ്റെ ഏത് ഭാരം ഇറക്കി വെക്കുവാനും എനിക്ക് ആശ്വാസം കണ്ടെത്തുവാനും അവൻ ദൈവവചനം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങളാൽ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ പറയാം. ഒന്ന്, ഞാനും നിങ്ങളും നമ്മുടെ ഭാരവുമായിട്ട് ക്രിസ്തുവിന്റെ സന്നിധി ചെന്നിരിക്കുമ്പോൾ, ഒരു ക്രൂശിത രൂപത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും ചെന്നിരിക്കുമ്പോൾ ആ ക്രൂശിത രൂപം എന്നോട് നിങ്ങളോട് സംസാരിക്കും. ഞാൻ എൻ്റെ ഭാരത്തോടെ, എൻ്റെ ഇല്ലായ്മയോടെ, എൻ്റെ നിരാശയോടെ, എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ ഇല്ലായ്മകൾ, എൻ്റെ കഷ്ടങ്ങൾ, എൻ്റെ പ്രതിസന്ധികളുമായി ചെന്ന് ഞാൻ ക്രൂശിനെ നോക്കുമ്പോൾ ആ ക്രൂശിത രൂപം എന്നോട് പറയും, നീ ബേത്ലഹേമിലെ കാലിക്കുട്ടിലേക്ക് നോക്കിക്കേ. പിറക്കാനിടയില്ലാത്തവൻ, കീറ്റുശീലയാൽ പൊതിയപ്പെട്ടവൻ, ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്നെക്കാളും ദരിദ്രനായി തീരരുത് എന്ന് ആഗ്രഹിച്ച ക്രിസ്തു ആ കാലിക്കുട്ടിൽ പിറവിയെടുത്തു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ നമ്മൾ എത്ര സമ്പന്നരാണ്. പിറക്കാനിടമില്ലാത്തവൻ, വഴിയമ്പലത്തിൽ പോലും ഇടം കിട്ടാതെ പശുത്തൊട്ടിയില് പിറന്നവൻ, പുതയ്ക്കുവാനൊരു പുത പോലും ഇല്ലാത്തവൻ. അത്ര ദാരിദ്ര്യം എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിട്ടുണ്ടോ? രണ്ടാമതായിട്ട്, എൻ്റെ മനോവേദനയോടെ, എൻ്റെ ജീവിതത്തിന്റെ വഹിക്കാൻ പറ്റാത്ത ഭാരങ്ങളോടെ, എൻ്റെ ഏകാന്തതയോടെ, എൻ്റെ ജീവിതത്തിന്റെ നിരാശയോടെ ഞാൻ ക്രൂശിത രൂപത്തിന് മുമ്പിൽ നിന്നാൽ ആ ക്രൂശിത രൂപം എന്നോട് നിങ്ങളോട് സംസാരിക്കും. ആ കാൽവറി ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. ഞാൻ തകർക്കപ്പെട്ടതും, ഞാൻ ഏറ്റ വേദനയും, ഞാൻ അനുഭവിച്ച നിന്ദയും, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കാളും വേദന അനുഭവിച്ചു എന്ന് പറയുവാൻ ഇടവരാതെ ഇരിപ്പാൻ അവൻ നിന്ദിതനായി, ഹല്ലേലൂയ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങപ്പെട്ടപ്പോൾ സൂര്യൻ പോലും മുഖം മറച്ചു കളഞ്ഞു. കാരണം അവന്റെ നഗ്നത കാണുവാനായിട്ട് സൂര്യന് പോലും സാധിച്ചില്ല. ഒരു തുള്ളി തുണി കഷ്ണം പോലും ഇല്ലാതെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ കിടന്നെങ്കിൽ, പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും സന്തോഷിപ്പാൻ വകയുണ്ട്. അത്രയും വേദന ക്രിസ്തു അനുഭവിച്ച വേദന എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ വന്നിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, എത്ര വലിയൊരു സ്നേഹത്തെയാണ്, എത്ര വലിയൊരു ത്യാഗത്തെയാണ് ഈ 40 വെള്ളിയാഴ്ച നമ്മൾ ദൈവസന്നിധിയിൽ പോയിരുന്ന് ദൈവത്തോട് കണ്ട് സംസാരിച്ചിട്ട് ഇറങ്ങി വന്നത്. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനെ ധ്യാനിപ്പാൻ അല്പനേരം ആ പാദപീഠത്തിലൊന്ന് ഇരിപ്പാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ പാനപാത്രം എത്ര മട്ടോളവും ഊറ്റി കുടിച്ചാലും, ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ കരം പിടിച്ചിരിക്കുന്ന കാലത്തോളവും, ആ തമ്പുരാന്റെ സാന്നിധ്യം എന്നോടും നിങ്ങളോടും കൂടെയുള്ള കാലത്തോളം എന്നെയും നിങ്ങളെ ഈ ഭൂമിയിൽ ഇല്ലായ്മ ചെയ്യുവാനോ, എന്നെയും നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ദിക്കപ്പെടുവാനോ ദൈവം വിട്ടുകൊടുക്കുകയില്ല. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അവൻ കൂടെയിരിക്കാമെന്ന് പറഞ്ഞ ദൈവമാ, വാക്കു പറഞ്ഞ ദൈവമാ, വാഗ്ദത്തം തന്ന ദൈവമാ, ആത്മാവിൽ നമ്മെ ബലപ്പെടുത്തി അച്ചാരമായി കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തെ വളരെ വ്യക്തമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2-3 വാക്യങ്ങൾ. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ, നമുക്ക് സമാധാനം തരുവാൻ, നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന് ഏതവസ്ഥയും ചെന്ന് പറയുവാൻ കരുതുന്ന ദൈവമായി അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ ഈ ഏറ്റ പാടുകളും അവനേറ്റ പങ്കപ്പാടുകളും യാതനകളും മുറിവുകളും ഒക്കെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി സൗഖ്യവും സമാധാനവുമായി തീരുവാനായിട്ടാണ്. പ്രിയമുള്ളവരെ, ദൈവസന്ധി കാത്തിരുന്ന് ദൈവനിയോഗങ്ങളെ ഏറ്റെടുക്കുവാൻ ചിലപ്പോൾ ചില പ്രതിസന്ധികളോ തള്ളപ്പെടലുകളോ വേദനകളോ ഉണ്ടായേക്കാം. പക്ഷേ ക്രിസ്തു മാറാത്തവനാണ്. ദുഃഖവെള്ളിയാഴ്ച ക്രൂശിച്ച് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദേഹസഹിതനായി വെളിപ്പെട്ട ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവാണ് എന്റെയും നിങ്ങളുടെ ഉപനിധി. അന്ത്യം വരെ പുലർത്തുവാൻ അവൻ വിശ്വസ്തനാണ്. ഈ ഈസ്റ്ററിന്റെ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായി പോകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. അതിനു മുമ്പ് ഒരു കഷ്ടതയുടെ ഒരാഴ്ചവട്ടം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതയാത്രയില് കഷ്ടങ്ങളുടെ ആഴ്ചവട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ട് അവൻ ഈസ്റ്ററിന്റെ അതിജീവിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഇതൊരു നിയോഗ കാലഘട്ടമാണ്. പ്രതിസന്ധികളൊരു നിയോഗ കാലഘട്ടമാണ്. കഷ്ടങ്ങളൊരു നിയോഗ കാലഘട്ടമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിലും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു ദൈവകൃപയാണ്. അതൊരു നിയോഗ കാലഘട്ടമാണ്. ഈ നിയോഗ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ എനിക്കും നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗത്തിലെ ദൈവം തരും. പ്രിയമുള്ളവരെ, ഈ ഗാനത്തോടെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയെങ്കിൽ, ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചെങ്കിൽ, ഇത്ര മനോഹരമായ ഒരു ഗാനത്തെ എൻ്റെ ശരീരത്തിലൂടെ, എൻ്റെ മൺകൂടാരത്തിലൂടെ അവൻ എന്നെ ആശ്വസിപ്പിച്ച് പുറത്തു തന്നെങ്കിൽ, ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവൻ എന്നെ നിർത്തിയെങ്കിൽ, ഒരാള് എന്നെ മാറ്റി നിർത്തിയപ്പോൾ ആയിരങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ അവൻ എന്നെ നിയോഗിച്ചെങ്കിൽ, ഈ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവം വാക്കുമാറാത്തവനാണ്. അവൻ കൂടെയിരിക്കുന്ന ദൈവമാണ്. അവൻ പ്രതിസന്ധികളിൽ നമ്മെ കൈപിടിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി നിൽക്കുവാൻ ഈ വാചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ പിതാവായ ദൈവം ഇടപെട്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങൾ ജീവിതത്തിൽ കാത്തുവച്ചിരിക്കുമ്പോൾ പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടാതെ വിശ്വാസത്തിന്റെ ബലത്തോടെ, പ്രാർത്ഥനയുടെ ധൈര്യത്തോടെ, ദൈവവചനത്തിന്റെ ആധികാരികതയോടെ നിന്നുകൊണ്ട് ശത്രുവിനോട് പോരാടി ജയമെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഇനിയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവനാമം മഹത്വം എടുക്കട്ടെ. എനിക്ക് അവസരം തന്ന നമുക്ക് പാടാമെന്ന ഈ പ്ലാറ്റ്ഫോമിനോടും പ്രിയ വിച്ചായനോടും ഇത് കേൾക്കുന്ന എല്ലാ മക്കളോടും എല്ലാ നല്ല പാട്ടുകാരോടും ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കട്ടെ.